ഹായ് ഓൾ. ഇത് ചാപ്റ്റർ 6 വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ് ആണ്. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ ഇടയിലൊരു ചാപ്റ്റർ നമ്മൾ എടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് ഈ ചാപ്റ്റർ എന്താണ്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് വൈൻഡിങ് അപ്പ് എന്നുള്ളത് ആണ് നോക്കേണ്ടത്. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഇസ് ദ സ്റ്റേജ് വെൻ ദ ബിസിനസ് ഓഫ് the company is dissolved. All the assets of the company are realized. The money realized is distributed among the creditors, debenture holders, and the shareholders of the company. The term winding up is also known as liquidation. Winding up എന്ന് പറഞ്ഞ ടേം നമുക്ക് ഫെമിലിയർ ആണ്. പൊതുവേ നമ്മൾ കമ്പനീനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ടേം പൊതുവേ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ആ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം കൂടി കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ബിസിനസ് ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ് കം ടു ആൻ എൻഡ്, അതിൻ്റെ ആക്ടിവിറ്റീസും ഓപ്പറേഷൻസും മുഴുവൻ അവസാനിപ്പിച്ച് ആ ബിസിനസ് പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു രീതിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി എന്തൊക്കെ ചെയ്യും, അതിൻ്റെ എല്ലാ ബാധ്യതകളും അതെന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. ഓക്കെ, അതായത് ബാധ്യതകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ റിസർവ്സ് കമ്പനിക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം കമ്പനിക്ക് അതിൻ്റെ കമ്പനിയുടെ അസറ്റ്സുകളെല്ലാം സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് പിന്നെ ഫർദർ അസറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ അസറ്റ്സ് മുഴുവനും സെയിൽ ചെയ്യും. ആൻഡ് സെയിൽ ചെയ്തിട്ടും അതേപോലെ റിസർവ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ടും യൂസ് ചെയ്തിട്ട് ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യും. അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് പൊതുവായിട്ട് ലയബിലിറ്റീസ് എവിടേക്കാണ് ഉണ്ടാവുക, ക്രെഡിറ്റേഴ്സിന് ലയബിലിറ്റീസ് ഉണ്ടാവുക അല്ലേ. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പണം വാങ്ങിയ ആൾക്കാർ, കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനി പണം വാങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് മുഴുവൻ എമൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും. പിന്നെ ലോൺസ് ഉണ്ടെങ്കിൽ, അഡ്വാൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ റീപേ ചെയ്യേണ്ടി വരും. ദെൻ പിന്നെ നമ്മൾ എവിടേക്കാണ് വരിക, നമുക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പനീനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുക. ദെൻ ഏറ്റവും അവസാനമാണ് നമ്മൾ എവിടേക്ക് വരുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈൻഡിങ് അപ്പിൽ നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ദ ടേം വൈൻഡിങ് അപ്പിനെ തന്നെ, അല്ലെങ്കിൽ ആ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞ ടേമിൽ പകരമായിട്ട് നമ്മൾ എന്തും പറയാറുണ്ട്, ലിക്വിഡേഷൻ എന്നും പറയാറുണ്ട്. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുക എന്നുള്ള ടേമും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പാണ്. എങ്ങനെയാണ് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കമ്പനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് അപ്പ് നടത്താറുള്ളത്. ഒന്ന് ബൈ ദ ട്രിബ്യൂണൽ, ദാറ്റ് ഈസ് ബൈ ദ അഡ്വൈസ് ഓഫ് ദ ട്രിബ്യൂണലാണ്. രണ്ടാമത്തത് വോളണ്ടറിലി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ വോളണ്ടറിലി ഒരു കമ്പനി വൈൻഡ് അപ്പ് ആവാം, അല്ലെങ്കിൽ ബൈ ദ അഡ്വൈസ് ഓഫ് എ ട്രിബ്യൂണൽ. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് നമ്മൾ നോക്കാൻ പോണത്, വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ദ അഡ്വൈസ് ഓഫ് എ ട്രിബ്യൂണൽ. ദ കമ്പനി ഈസ് അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്, ഫെയിൽസ് ടു പേ a creditor an amount exceeding 1 lakh rupees. By special resolution, the tribunal can make winding up is possible. If the company has acted against the interest of the sovereignty and the integrity of India, if the affairs of the company become fraudulent, if the company has not filed a financial statement or annual return for the preceding 5 years. അപ്പോൾ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് ഒരു കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് വൈൻഡിങ് അപ്പ് ബൈ എ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ടേം നമ്മൾ പൊതുവേ ലോ അല്ലെങ്കിൽ അങ്ങനെ നിയമവശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടത്തി എന്ന് തോന്നുമ്പോൾ കോടതി ഇടപെട്ടിട്ട് കമ്പനിയെ നിർബന്ധിച്ച് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന ട്രിബ്യൂണൽ മുഖേനയുള്ള അല്ലെങ്കിൽ ട്രിബ്യൂണൽ വഴിയുള്ള വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെയാണ് ട്രിബ്യൂണൽ വഴിയുള്ള വൈൻഡിങ് അപ്പ് കമ്പനിയിൽ നടക്കുന്നത്? ഒന്നാമത്തെ ഒരു റീസൺ അല്ലെങ്കിൽ റീസൺ ഫോർ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഡെപ്റ്റ്. ഓക്കെ, കമ്പനിക്ക് ഒരു ക്രെഡിറ്ററിന് ഒരു ബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്ററിന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ബാധ്യത ഒരു കമ്പനിക്ക് ഒരു എക്സ്റ്റേണൽ ക്രെഡിറ്ററുമായിട്ടുണ്ടെങ്കിൽ, ആ ക്രെഡിറ്റർ ഒരു ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ കംപ്ലൈൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണൽ
നമ്മുടെ കമ്പനിയുടെ അടുത്ത് അഡ്വൈസ് ചെയ്യും. ദാറ്റ് ഈസ് ഈ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യും. അതിൽ കമ്പനി ഫെയിൽ ആവുകയാണെങ്കിൽ ട്രിബ്യൂണൽ എന്തിനു ഇൻസിസ്റ്റ് ചെയ്യും? കമ്പനി വൈൻഡപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇൻസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഈ പറയുന്ന താഴെയുള്ള ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കാം. ഓക്കെ, വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ റീസണാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദാറ്റ് ഈസ് 1,00,000-ൽ കൂടുതൽ രൂപ ഏതെങ്കിലും ക്രെഡിറ്റേഴ്സിന് കമ്പനി കൊടുക്കാനുണ്ടെങ്കിൽ, അപ്പോൾ ആ ക്രെഡിറ്റർ കുറേ തവണ നമ്മുടെ അടുത്ത് അത് ആ ഒരു ഡെപ്റ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടും നമ്മൾ യാതൊരു രീതിയിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ട്രിബ്യൂണലിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാം. ആൻഡ് ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പിന് വേണമെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യാം. പിന്നെ ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, കമ്പനി തന്നെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയാണെങ്കിലും വൈൻഡിങ് അപ്പ് നടക്കാറുണ്ട്. പിന്നെ കമ്പനിയുടെ ഇന്ത്യയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, നമ്മളിപ്പോൾ പറയുന്നത് കമ്പനീസ് ആക്ട് ഇൻ ഇന്ത്യ ആണല്ലോ. സോ ഇന്ത്യയുടെ സോവർജിനിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്ത്യയുടെ നോംസിനും എതിരായിട്ട് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ചൊരു എൻക്വയറി പോലും ഇല്ലാതെ ഒരു കമ്പനിയെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിളാണ്. ബിക്കോസ് എല്ലാ കമ്പനീസും കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തതായതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനി ഒബേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയെ നിർബന്ധിച്ച് വൈൻഡപ്പ് ചെയ്യിക്കാൻ ആർക്ക് പറ്റും? കമ്പനീസ് ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ട്രിബ്യൂണൽ വഴിയാണ് അവർ നടപ്പിലാക്കുക. പിന്നെ ഇഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ബിക്കം ഫ്രോഡുലൻറ്റ്, കമ്പനി നടത്തുന്ന ആക്ടിവിറ്റീസൊക്കെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അഫയേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഏലിയൻ എനിമി ആയിട്ട് കമ്പനി ഒരു ഡീൽ ഉണ്ടാക്കുക, അതായത് ഒരു ഹിഡൻ ആയിട്ടുള്ള ഡീൽ ഉണ്ടാക്കുക, എന്നിട്ട് ഇന്ത്യയുടെ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു മോശപ്പെട്ട ആൾക്കാർക്ക് കൈമാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉടനെ കമ്പനി വൈൻഡപ്പ് ചെയ്യാനാണ് ട്രിബ്യൂണൽ ഇൻസിസ്റ്റ് ചെയ്യുക. ദെൻ പിന്നെ വരുന്നത് ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ഫയൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺ ഫോർ ദ പ്രിസീഡിങ് 5 years, അതായത് തൊട്ട് മുമ്പുള്ള 5 വർഷങ്ങളിൽ കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാതിരിക്കുക, അതേപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ് കമ്പനി പൂട്ടിക്കോളാൻ അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തോളാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. അതായത് ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ഈ താഴെ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആയി എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രിബ്യൂണലിന് ഈ പറയുന്ന വൈൻഡിങ് അപ്പ് കമ്പൽസറി ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു പാനൽ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും, അതായത് ജഡ്ജ് ഒക്കെ, അതായത് ഡിസ്ട്രിക്ട് ഹൈക്കോടതി ജഡ്ജ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നതുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിലെ ജഡ്ജ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് പാനൽ മെമ്പേഴ്സ്, കുറച്ച് ജഡ്ജി, ആ ഒരു മജിസ്ട്രേറ്റ് പോലത്തെ കുറച്ച് ആൾക്കാരായിരിക്കും ഈ ട്രിബ്യൂണലിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ട്രിബ്യൂണലിന് മുമ്പാകെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് ട്രിബ്യൂണൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പോൾ അതിൽ ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത് കമ്പനി ഇറ്റ്സെൽഫ്. കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അങ്ങനെയൊക്കെ മാൽ പ്രാക്ടീസസ് നടത്തി കമ്പനിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സിന് ട്രിബ്യൂണലിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ദെൻ കോൺട്രിബ്യൂട്ടറി, നമ്മുടെ കമ്പനിയിലോട്ട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എനി കോൺട്രിബ്യൂട്ടറി ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ്. പിന്നെ വരുന്നത് രജിസ്ട്രാറാണ്. കമ്പനിയുടെ രജിസ്ട്രാറിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രിബ്യൂണലിന് മുന്നിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും ഈ കമ്പനീനെ കുറിച്ചിട്ട്. പിന്നെ ഗവൺമെൻറ്റിന് വൻ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിട്ടേൺസോ ആനുവൽ റിട്ടേൺസോ ഒന്നും കൊടുക്കാതിരിക്കുക, മാൽ പ്രാക്ടീസസ് നടത്തുക, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തുക, ഇങ്ങനെയുള്ളതൊക്കെ ഗവൺമെൻറ് കണ്ടുപിടിച്ചാൽ ഗവൺമെൻറ് ക്യാൻ കംപ്ലയിൻറ്റ് അഗെയിൻസ്റ്റ് ദ കമ്പനി ഇൻ ഫ്രണ്ട് ഓഫ് എ ട്രിബ്യൂണൽ. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് ട്രിബ്യൂണലാണ്. ട്രിബ്യൂണലിന് എന്തൊക്കെ ചെയ്യാനുള്ള പവേഴ്സാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഒന്നാമത്തെ കാര്യം ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിക്വിഡേറ്റർ എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ലിക്വിഡേറ്റർ എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തേത് മേക്ക് ആൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് വിത്തിൻ 90 days ഓഫ് ഗെറ്റിംഗ് എ പെറ്റീഷൻ.
പിന്നെ ഉള്ളത് ഒരു എൻക്വയറി നടത്തിയിട്ട് വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു കംപ്ലയിൻറ്റ് കിട്ടി എൻക്വയറി നടത്തി വിത്തിൻ 90 days അവർക്ക് എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡിസ്മിസ് ദ പെറ്റീഷൻ. ചിലപ്പോൾ ചില പെറ്റീഷൻസ് എന്താണ് അൺനെസസറി ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയോടുള്ള വിരോധം കൊണ്ട് വെറുതെ കൊടുക്കുന്ന കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും, പെറ്റീഷൻസ് ഉണ്ടാവും. അങ്ങനെ പെറ്റീഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻക്വയറി ചെയ്തിട്ട് അത് ഡിസ്മിസ് ചെയ്യാനുള്ള പെർമിഷനും അല്ലെങ്കിൽ പവറും ആർക്കുണ്ട്, ട്രിബ്യൂണലിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. ആരാണ് കമ്പനിയുടെ ലിക്വിഡേറ്റർ? എ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് റിലേറ്റിംഗ് ടു ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആർ നോൺ ആസ് ഓർ കോൾഡ് ലിക്വിഡേറ്റേഴ്സ്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് എയ്തർ അതൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺ ഓർ പേഴ്സൺസ്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമ്പനി ലിക്വിഡേറ്റർ എന്ന് വിളിക്കുക. അതായത് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കമ്പനി ഫോർമേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡ്യൂട്ടീസ് ഓർ ആക്ടിവിറ്റീസ് ഉണ്ടോ അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ, ഒന്നുകിൽ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമ്പനി ലിക്വിഡേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. ആരാണ് കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക? ഓക്കെ, കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അപ്പോൾ ഒന്ന് ആരാണ്? ബൈ ദ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിന് കമ്പനിയെ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. രണ്ടാമത്തത് ബൈ ദ ട്രിബ്യൂണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ട്രിബ്യൂണൽ കമ്പനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ കമ്പനി സെക്രട്ടറി, കമ്പനി സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ, അതായത് കമ്പനിയുടെ എന്താണ് ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനി സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ കമ്പനി സെക്രട്ടറിക്ക് കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അറിയാമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പാനൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതായത് കമ്പനി തന്നെ ലിക്വിഡേറ്റേഴ്സിനെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പാനലിന് ഒരു ലിക്വിഡേറ്ററിനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് ആണ്. ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ ബ്രീഫ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടിയും ഇതിൻ്റെ കൂടെ വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ലിക്വിഡേഷൻ പ്രൊസീജിയർ മുഴുവനും എന്താണ്, അതിൻ്റെ ഓവറോൾ കൺട്രോൾ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ലിക്വിഡേറ്ററിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടേക്കിംഗ് ഓവർ ദ അസറ്റ്സ് ആണ്. കമ്പനിയുടെ മുഴുവൻ അസറ്റ്സും എന്ത് ചെയ്യുക, വേറെ ബാധ്യതകളൊന്നും ഇല്ലാത്ത മുഴുവൻ അസറ്റ്സുകളും കമ്പനിയുടെ മുഴുവൻ വാല്യുബിളും വാല്യൂ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ അസറ്റ്സുകളും ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ലിക്വിഡേറ്റർ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതുവരെയും കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എക്സാമിൻ ചെയ്യുക. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് കമ്പനിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്യുക. അതായത് അതിനകത്ത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് കമ്പനിയുടെ അസറ്റ്സ് എന്നും എന്തൊക്കെയാണ് കമ്പനിയുടെ ലയബിലിറ്റീസ് എന്നും അതിനകത്ത് കൃത്യമായിട്ടുണ്ടാവും. പിന്നെ റിവ്യൂ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ്. ദെൻ അതിനുശേഷം കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് ഓൾറെഡി കമ്പനി ഓഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കുക. അതേപോലെ അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുക. ദെൻ അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുക. ഓക്കെ, അതായത് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് മുഴുവൻ അസറ്റ്സുകളും, അതൊക്കെ സെയിൽ ചെയ്ത് ക്യാഷാക്കി മാറ്റാം. പിന്നെ ഫൈനലൈസേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടറീസ്. പിന്നെ ചെയ്യേണ്ടത് ആരൊക്കെയാണ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, അതായത് ആർക്കൊക്കെയാണ് കമ്പനി പണം തിരിച്ചു കൊടുക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, അതേപോലെ കോൺട്രിബ്യൂട്ടറീസ്, കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മറ്റ് പേഴ്സൺസ് ആരൊക്കെയാണോ അവർക്ക് അവരുടെയും ലിസ്റ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് ഫൈനലൈസ് ചെയ്യുക. ദെൻ ഇവരുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുക. അതായത് ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെയും കോൺട്രിബ്യൂട്ടറീസിൻ്റെയും ഒക്കെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുക. പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, അതായത് കമ്പനി അത്രയും കാലം റൺ ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും ഡിവിഡൻഡ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുക. അതേപോലെ പണം ലിക്വിഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, അസറ്റ്സ് സെയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ള പണം ബാക്കിയുണ്ടെങ്കിൽ
നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിം കൂടെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ അതും ആരുടെ ഫംഗ്ഷനാണ്? ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ഈ കമ്പനി ലിക്വിഡേറ്ററിന് മറ്റൊരു ഡ്യൂട്ടി കൂടി ഉള്ളത് കമ്പനി വൈൻഡപ്പ് ആയി എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ആവാൻ പോകുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്, വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആര് പ്രിപ്പയർ ചെയ്യണം? നമ്മുടെ ലിക്വിഡേറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഉള്ള കണ്ടൻസ് എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതിലാദ്യത്തെ വേണ്ടത് നേച്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അസറ്റ്സ് ആണ്. കമ്പനിയുടെ കയ്യിലുള്ള മുഴുവൻ അസറ്റ്സിൻ്റെയും അത് ഏത് തരം അസറ്റാണെന്നും അതിൻ്റെ വാല്യൂ ഓഫ് ദ അസറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും കൊടുത്തിരിക്കുക. അതായത് നേച്ചർ ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത് ചില അസറ്റ്സ് കറണ്ട് അസറ്റ്സ് ഉണ്ടാവും, ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവും, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പലതരം അസറ്റ്സുകളുണ്ട്. അതുകൂടാതെ ചിലതൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുള്ള അസറ്റ്സ് ആയിരിക്കാം, ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റ്സ് ആയിരിക്കാം, ഇല്ലാത്ത അസറ്റ്സ് ആയിരിക്കാം, ഗുഡ് വില്ല്, അങ്ങനെ പല പല സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ പലതരം അസറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതേപോലെ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുക. എപ്പോഴാണത് പർച്ചേസ് ചെയ്തത്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, കോസ്റ്റ് ഓഫ് പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ വേണം? ലിക്വിഡേറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവണം. പിന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ്, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ആദ്യത്തെ ഒരു ഭാഗത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. എത്രയാണ് കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ, അത് എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എത്ര പെയ്ഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വേണം. ഡെപ്റ്റ് ഡ്യൂ ടു ദ കമ്പനിയുടെ ഡെപ്റ്റുകൾ, കടങ്ങൾ മുഴുവനും കൃത്യമായിട്ട് എഴുതുക. ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് ദെയർ ഡ്യൂസ്, കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ്, അതുപോലെ അവരെത്ര ഡ്യൂ ആണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അവർക്ക് കിട്ടാനുള്ളത്. ഡീറ്റെയിൽസ് ഓഫ് ട്രേഡ് മാർക്സ്, കമ്പനിയുടെ ട്രേഡ് മാർക്സ് ഏതെങ്കിലും കമ്പനി ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓഫ് ലീഗൽ കേസസ് ഫയൽഡ് ബൈ ഓർ അഗെയിൻസ്റ്റ് ദ കമ്പനി. കമ്പനിക്കെതിരെയോ കമ്പനി തന്നെയോ ഏതെങ്കിലും കേസസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എവിടെ ഉണ്ടാവണം? കമ്പനി ലിക്വിഡേറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് ആണ്. ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്. ടു ക്യാരി ഓൺ ദ ബിസിനസ് ഫോർ ദ പർപ്പസ് ഓഫ് വൈൻഡിങ് അപ്പ്, അതായത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഉള്ള ബിസിനസ് ഹെൽഡ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് മുഴുവനും ക്യാരി ഔട്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ലിക്വിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതായത് വൺസ് നമ്മൾ വൈൻഡിങ് അപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ മാനേജേഴ്സിനോ ആ കമ്പനിയുടെ ആക്ടിവിറ്റീസിലൊന്നും ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ ഈ കമ്പനിയെ അതുവരെ, അതായത് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? ഈ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ലിക്വിഡേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് ആ സമയം വരെ, അതായത് വൈൻഡിങ് അപ്പിൻ്റെ സമയം വരെ ബിസിനസ് ക്യാരി ചെയ്യേണ്ട ആൾ ആരാണ്? ലിക്വിഡേറ്ററാണ്. ഓക്കെ, ടു ഡു ഓൾ ആക്ട് ആൻഡ് എക്സിക്യൂട്ട് ദ വേരിയസ് ഫങ്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ, ഇപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. വൺസ് നമ്മൾ ലിക്വിഡേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത് ചിലപ്പോൾ 6 മന്ത്സ് എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും ആ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉള്ള എഫേഴ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും അതേപോലെ വേരിയസ് ഫങ്ഷൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർ ആയിരിക്കും. ടു സെൽ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ പബ്ലിക് ഓപ്ഷൻ ഓർ പ്രൈവറ്റ് കോൺട്രാക്റ്റ്. അതിനുശേഷം കമ്പനിക്കുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുക? സെയിൽ ചെയ്യാനുള്ള പവറുണ്ട്. അതൊന്നുകിൽ പബ്ലിക് ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോൺട്രാക്റ്റ് വഴിയോ ആർക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും. to settle all the claims of creditors, employees and other person. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും മറ്റാൾക്കാരുടെയും ഒക്കെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുക. ടു ഇൻസ്പെക്ട് all the records and returns of the company on the files of registered or any authority. അപ്പോൾ ഈ പറയുന്ന രജിസ്ട്രാറിന് മുന്നിലോ മറ്റ് അതോറിറ്റീസിന് മുന്നിലോ കമ്പനിയുടെ എല്ലാ റെക്കോർഡ്സും ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ടു ഡ്രോ, accept, make and endorse any negotiable instrument like check, bill of exchange for the company. കമ്പനിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാനും എൻഡോസ് ചെയ്യാനും അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പവേഴ്സ് ഉണ്ട്. ടു ഒബ്റ്റെയിൻ എനി പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഫ്രം എനി പേഴ്സൺ ഓർ അപ്പോയിൻറ്റ് എനി പ്രൊഫഷണൽ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. അതുകൂടാതെ
ഈ പറയുന്ന ലിക്വിഡേറ്റേഴ്സിന് ഈ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി സഹായത്തിന് മറ്റേതെങ്കിലും പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അതും ലിക്വിഡേറ്റേഴ്സിന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ട്രിബ്യൂണൽ വഴിയുള്ള ലിക്വിഡേഷനെ കുറിച്ചിട്ടാണ്, വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പാണ്, ദാറ്റ് ഇസ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. Voluntary winding up means winding up of the company by the members without interference by the tribunal. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് തന്നെ, അതായത് കമ്പനി ഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊരു കൂട്ടം മെമ്പേഴ്സായിരിക്കും കമ്പനി ഫോം ചെയ്തിട്ടുണ്ടാവുക. അവർ തന്നെ വോളണ്ടറിലി ഈ കമ്പനി ഇനി ഫർദർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് വിളിക്കുക. വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇസ് മോസ്റ്റ് പോപ്പുലർ. In this, the company and creditors are left free to settle their affairs without going to the court. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രെഡിറ്റേഴ്സും അതേപോലെ കമ്പനിയും തമ്മിൽ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന രീതിയിലായിരിക്കും. ഫ്രീ ആയിട്ട് ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ക്ലെയിമോ അല്ലെങ്കിൽ ഒരു കോടതി ഇടപെടേണ്ട രീതിയിൽ ഉള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കില്ല ഈ പറയുന്ന വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ഉണ്ടാവുക. അതായത് കോടതിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യേണ്ട അവസ്ഥയായിരിക്കില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മുടെ ക്രെഡിറ്റേഴ്സും കമ്പനിയും തമ്മിൽ അവിടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് കമ്പനി ക്ലെയിംസ് സെറ്റിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് ക്രെഡിറ്റേഴ്സിന് കോടതിയിൽ പോകേണ്ടി വരിക. പക്ഷെ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വൈൻഡിങ് അപ്പ് ആയിരിക്കും ക്രെഡിറ്റേഴ്സും കമ്പനിയും തമ്മിൽ. അതിനുവേണ്ടി കോടതിനെ ഇടപെടിക്കേണ്ട ആവശ്യം അവിടെ വരാറില്ല. ഓക്കെ, ദെൻ കണ്ടീഷൻസ് ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. എപ്പോഴാണ് കമ്പനി വോളണ്ടറിലി വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരുന്നത്? ഒന്നാമത്തെ കാര്യം ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് പൊതുവെ ചെയ്യാറുള്ളത് കമ്പനിയെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ റിലയൻസിൻ്റെ, അതായത് 2 പാർട്ട്ണറിൽ ഒരു പാർട്ട്ണർ, ദാറ്റ്സ് അനിൽ അംബാനി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുറേ കമ്പനീസ് വോളണ്ടറി വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അപ്പോൾ ആ ഒരു സംഭവമാണ്, അതായത് കമ്പനി പാപ്പരാണ്, അതായത് ഫർദർ ഡീലിങ്സ് ഒന്നും നടത്താൻ അല്ലെങ്കിൽ കമ്പനിക്ക് ഇനി അവരുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള ഫണ്ടും അവരുടെ കയ്യിലില്ല. അതായത് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന യാതൊരു ഫണ്ടും ഇല്ല എന്നുള്ളത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി അത് അന്വേഷിച്ച് കോടതി അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. അതായത് അവർ ഇൻസോൾവെൻ്റ് ആണ്, അതായത് ഇനി ഫർദറായിട്ട് അവരുടെ കയ്യിൽ യാതൊരുവിധ അസറ്റ്സും അല്ലെങ്കിൽ ഫണ്ടും ഇല്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി മാറും? ഇൻസോൾവെൻറ്റ് കമ്പനീസായിട്ട് മാറും. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താനേ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന സോൾവൻസി, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറയുന്നത് ആദ്യം ഡയറക്ടർ ബോർഡാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത്. ദെൻ അതിന് ശേഷം അതിന് ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് കോർട്ട് കൂടെ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവൻസി ഡിക്ലെയർ ചെയ്യാം, ഇൻസോൾവൻസി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ കമ്പനിക്ക് എന്ത് ചെയ്യാം? വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താൻ പറ്റും. പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരു റീസൺ ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷനാണ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി തീരുമാനിക്കുകയാണ് ഇനി ഫർദറായിട്ട് ഈ കമ്പനി ഇവിടെ നിൽക്കണ്ട, മാർക്കറ്റിൽ ഈ കമ്പനിയുടെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കമ്പനി ക്യാൻ വൈൻഡ് അപ്പ് ഇറ്റ്സ് ബിസിനസ്. പിന്നെ വരുന്നത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. സംടൈംസ് ദ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് ഫർദറായിട്ട് ഇനി ഈ കമ്പനി ഇവിടെ റൺ ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ക്ലെയിംസ് ഒക്കെ സെറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ,